നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ വീട് ഇത്തവണ എങ്ങനെയായിരിക്കും എന്നറിയാവോ? രണ്ട് വീട്, അതായത് ഒന്ന് കോമണേഴ്സിനും ഒന്ന് സെലിബ്രിറ്റീസിനും. സെയിം നമ്മുടെ തെലുങ്ക് സീസണിൽ നടന്ന പോലെ അതാണോ വരാൻ പോകുന്നത്? മാത്രമല്ല നമ്മുടെ ഹിന്ദി ബിഗ് ബോസിൽ ഇത്തവണ എല്ലാവർക്കും രണ്ട് ചാൻസ് ആണ്. തദാസ്തു, അതായത് തദാസ്റ്റു, രണ്ട് ചാൻസ് ആണ്. ഈവൻ എവിക്ഷൻ ആണെങ്കിൽ പോലും ഒരാൾ ഒരു തവണ എവിക്റ്റ് ആയാൽ ഔട്ട് ആവത്തില്ല, രണ്ട് തവണ എവിക്റ്റ് ആവും. എന്താണ് സംഭവം? ബിഗ് ബോസിന്റെ എല്ലാ സീസണും ഇത്തവണ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 6-ാം തീയതിയാണ്. അതായത് മലയാളം ബിഗ് ബോസ്, തമിഴ് ബിഗ് ബോസ്, തെലുങ്ക് ബിഗ് ബോസ്, കന്നഡ ബിഗ് ബോസ്, അതുപോലെ നമ്മുടെ ബംഗ്ല ബിഗ് ബോസ്, ഹിന്ദി ബിഗ് ബോസ്. മറാത്തി ഇപ്പം തീർന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 6 ബിഗ് ബോസും സെപ്റ്റംബർ 6-ാം തീയതിയാണ് തുടങ്ങാനായിട്ട് പോകുന്നത്. മാത്രമല്ല നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ കേസ് പറയുമ്പോൾ ചത്ത് കിടക്കുകയാണ് അല്ലേ? ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ പിറകെ പോയി ഇപ്പൊ നമ്മുടെ മെയിൻ ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ചത്ത് കിടക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾക്ക് അത് തോന്നിയോ? എനിക്ക് ആ സംഭവം തോന്നി. ഇത് ശരിക്കും ബിഗ് ബോസിനെ അഫക്റ്റ് ചെയ്യും. നമുക്കറിയാം, എല്ലാ പ്രാവശ്യവും നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? പ്രഡിക്ഷൻ ലിസ്റ്റുകൾ, കൺഫേം ലിസ്റ്റുകൾ, അല്ലെങ്കിൽ വീട് അങ്ങനെ ആയിരിക്കും, ഇത്ര പേര് അങ്ങോട്ട് പോയി, ഇത്ര പേര് ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. ഇത്തവണ ഈ ഗുമ്മില്ല, ഈ ഗുമ്മാങ്കുത്തില്ല, ഒന്നുമില്ല. എന്താ സംഭവം? കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ബിഗ് ബോസിന്റെ എല്ലാ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ മൂൺലൈറ്റ് മീഡിയയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് വരുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഓരോ ലൈക്കും എനിക്ക് കിട്ടുന്ന കോൺഫിഡൻസും മോട്ടിവേഷനുമാണ്. സോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും പറയുക. FBയിലോ ഇൻസ്റ്റയിലോ ആണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിലും മറക്കാതെ ഫോളോ ചെയ്യുക. ഇപ്പൊ യൂട്യൂബിൽ കാണുന്ന ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കുക. അപ്പോൾ പറയാൻ വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ഇത്തവണത്തെ ബിഗ് ബോസിന് ഒരു ഹൈപ്പില്ല. എന്തുകൊണ്ടാണ് മക്കളെ ഹൈപ്പില്ലാത്ത? ഈ അഗ്നിപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്ത ഹൈപ്പ് പോലും നമ്മുടെ മെയിൻ ബിഗ് ബോസിന്റെ കേസിൽ വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഷോ തുടങ്ങാൻ വെറും 20 ദിവസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കഴിഞ്ഞ വർഷം ഷോ തുടങ്ങുന്നതിന് 20 ദിവസം മുന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 12, 13, 14ഓളം കണ്ടസ്റ്റൻസിന്റെ പേരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ? പ്രഡിക്ഷൻ ലിസ്റ്റ്, കൺഫേം ലിസ്റ്റ് 50%, 90% വരെ ഈ ഒരു സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണത്തെ കാര്യം നോക്കുമ്പോൾ സത്യം പറയാമല്ലോ, എനിക്ക് ഒരു പ്രതീക്ഷയും ബിഗ് ബോസിൽ ഇല്ല. ഞാൻ പൊട്ടും എന്നുള്ള ഉറപ്പോട് കൂടിയാണ് ബിഗ് ബോസ് സീസൺ 8 കാണാൻ നിൽക്കുന്നത്. കാരണം ഒരു പ്രൊമോഷൻ ഇല്ല, ലാലേട്ടൻ്റെ ഒരു പ്രൊമോ ഇല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബിഗ് ബോസ് പ്രൊമോ ഇല്ല, ഒന്നുമില്ല. എല്ലാം ഇപ്പം അഗ്നിപരീക്ഷയുടെ പുറകെ പോയിരിക്കുകയാണ്. എന്നിട്ട് അഗ്നിപരീക്ഷ വല്ല മെച്ചം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ആർക്കൊക്കെയോ വേണ്ടിയിട്ട് നമ്മൾ ഈ കിടന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വീഡിയോസ് ഇടുന്നു, കണ്ടന്റ് ഉണ്ടാക്കുന്നു. അതല്ല, എനിക്ക് സത്യം പറഞ്ഞ ബിഗ് ബോസ് അഗ്നിപരീക്ഷ കേരളത്തിൽ ഒരു പരാജയമായി മാറുമെന്നാണ് തോന്നുന്നത്. ഇത് തെലങ്കാനയല്ല, ഇത് ആന്ധ്രാപ്രദേശ് അല്ല. തെലുങ്ക് ബിഗ് ബോസ് ഹിറ്റായതുപോലെ, തെലുങ്ക് ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷ ഹിറ്റായതുപോലെ ആവാനെന്ന് എനിക്ക് തോന്നുന്നില്ല. തമിഴ് ബിഗ് ബോസിന്റെ കേസ് പറയുമ്പം അവർക്കും ഉണ്ട് അഗ്നിപരീക്ഷ. ബിഗ് ബോസിന്റെ കോമൺ മാൻ എന്ന് പറഞ്ഞിട്ട് വളരെ നല്ല രസമായിട്ടാണ് പോകുന്നതെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. എന്നെ മെസ്സേജ് അയക്കുന്ന സബ്സ്ക്രൈബേഴ്സ്, വിളിക്കുന്ന ഫ്രണ്ട്സ്, ഇവരൊക്കെ പറഞ്ഞ അൻസിഫ എന്താ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ കാണിക്കണേ, ആ തമിഴൊക്കെ കണ്ടിട്ട് ചെയ്യാൻ പറ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കതിന് മാത്രം പറയാനുള്ള പവറൊന്നും ഇല്ല മക്കളെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊമോ ഇല്ല, പ്രൊമോഷൻ ഇല്ല, ഒന്നും ഇല്ലാണ്ടാണ് ബിഗ് ബോസ് ഏറ്റിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട വിഷയം, പ്രഡിക്ഷൻ ലിസ്റ്റുകൾ, കൺഫേം ലിസ്റ്റുകൾ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല അല്ലേ? എല്ലാം ഭയങ്കര സെക്യൂർ ആയിട്ടാണ് മുന്നോട്ട് ബിഗ് ബോസിന്റെ കേസിൽ പോകുന്നത്. പക്ഷേ നമ്മളെല്ലാവരും, പ്രേക്ഷകരും മേക്കേഴ്സും റിവ്യൂവേഴ്സും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ലീക്ക് ആവുന്നത് അതിനൊരു ലിമിറ്റ് ഉണ്ട്. ലീക്ക് ആക്കുന്നതിന്, അത് പലപ്പോഴും ഞാനും കടന്നു പോയിട്ടുണ്ട്, ലീക്ക് ആക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഈ ലീക്ക് ആക്കുന്നതിനും ആക്കാത്തതിനും ഇടയിലുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് കുറച്ച് സാധനങ്ങൾ ബിഗ് ബോസിൻ്റെതായിട്ട് പുറത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ അവർ വരുന്നു, ഇവർ കൺഫേം ആണെന്ന് ഏതാണ്ട് ഉറപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ബിഗ് ബോസ് കാണാനായിട്ട് ഉണ്ടാകുന്ന ആൾക്കാർക്കുള്ള ഒരു ത്വരയുണ്ട്. അത് ഇത്തവണ നിങ്ങളിൽ ഒരാൾക്ക് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ബിഗ് ബോസിന്റെ പല ഭാഷകളും കാണുന്ന ഒരു റിവ്യൂവർ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. കാരണം ഐ ഡോണ്ട് നോ എന്താ സോഷ്യൽ മീഡിയയിൽ ലീക്ക് ഔട്ടുകൾ വരുന്നില്ല, ബിഗ് ബോസിന്റെ ചർച്ചകളില്ല, കൺഫേം ലിസ്റ്റുകളില്ല, ബിഗ് ബോസ് ഇത്തവണ എങ്ങനെയാ പോകുന്നതെന്നൊരു ഐഡിയ ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ അല്ലായിരുന്നു. ഇത് മെയിൻ റീസൺ അഗ്നിപരീക്ഷയാണ്.
എന്തോ ആവട്ടെ, വാട്ടവർ. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പുറത്ത് വരികയും ലീക്ക് ആവുകയൊക്കെ ചെയ്യുമ്പോഴാണ് ബിഗ് ബോസ് കാണാൻ നമുക്ക് ഇൻട്രസ്റ്റ് ആവുന്നത്. അത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇപ്പൊ തന്നെ ഹിന്ദി ബിഗ് ബോസും തമിഴ് ബിഗ് ബോസും തെലുങ്ക് ബിഗ് ബോസിലൊക്കെ നമ്മൾ കാണത്തില്ല അല്ലേ, നമ്മൾ മിക്ക ഉള്ളവരും കാണാറില്ല. പക്ഷേ ഇപ്പം മറ്റേ ബിഗ് ബോസിൽ അവളെ അടിച്ച് ഭയങ്കര പ്രശ്നമായി എന്ന് പറഞ്ഞൊരു ലീക്ക് സാധനം വന്നാൽ നമ്മൾ കാണാത്ത ബിഗ് ബോസ് നമുക്ക് ആരെന്ന് അറിഞ്ഞുപോലും കൂടായിരിക്കും നമ്മൾ ആ എപ്പിസോഡ് എടുത്തു വെച്ച് കാണും. അതാണ് ബിഗ് ബോസിന്റെ ലീക്ക് ആകുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. തന്നെ ഇത്തവണ കൺഫേം ലിസ്റ്റും പ്രഡിക്ഷൻ ലിസ്റ്റും ഒക്കെ വരുന്നുണ്ടെങ്കിലും ഒരു ഗുമ്മും ഇല്ല, ഒരു ഗുമാങ്കുത്തും ഇല്ല, ഒന്നുമില്ല. ഇനി അടുത്ത രണ്ടാമത്തെ കേസ് പറയാനായിട്ട് വന്നത് നമ്മുടെ ബിഗ് ബോസ് വീടിനെ പറ്റിയിട്ടാണ്. എപ്പോഴും നമ്മൾ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ ബിഗ് ബോസ് വീട് എങ്ങനെയായിരിക്കും, ബിഗ് ബോസ് വീടിന്റെ കേസ് പറയുമ്പം ബിഗ് ബോസ് വീട് ഇത്തവണ 2 ബെഡ്റൂം ആയിരിക്കുമോ, 4 ബെഡ്റൂം കൺസെപ്റ്റ്, അതൊക്കെ നമ്മൾ എല്ലാ പ്രാവശ്യവും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇത്തവണ നമുക്കറിയാം നമ്മുടെ ലോഗോയിൽ തന്നെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഡെമോക്രാറ്റിയ എന്ന്. ഗ്രീക്കില് ദാറ്റ് മീൻസ് ഡെമോക്രസി. ഡെമോക്രസി എന്ന് പറയുന്ന ഒരു വേർഡ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ബിഗ് ബോസ് സീസൺ 19 ഹിന്ദിയാണ്, ഇപ്പൊ കഴിഞ്ഞ റീസെന്റ് സീസണാണ്. അതിനകത്തെ സ്പെഷ്യൽ ആയിട്ടൊരു ക്യാബിനറ്റ് രൂപീകരിക്കുന്നത് പോലെ ഒരു പാർലമെന്റ് രീതിയിലാണ് അവർ സീസൺ തുടങ്ങി വെച്ചത്. പക്ഷെ ഈ സീസൺ ആ തീം ഉള്ളത് കൊണ്ട്, പൊളിറ്റിക്സ് ആണ് അതിന്റെ തീമേ, അപ്പൊ പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ട് വിജയിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. ആ സീസണിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് നല്ലതായിരുന്നു, അവരുടെ പൊട്ടൻഷ്യൽ നല്ലതായിരുന്നത് കൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞു പോയ ബിഗ് ബോസ് സീസൺ 19 വിജയിച്ചത്. ആ കൺസെപ്റ്റ് മലയാളത്തിലേക്ക് വരുന്നു എന്നാണ് എനിക്ക് അതിന്റെ ലോഗോയിൽ നിന്ന് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായ സാധനം. പക്ഷേ കോമണേഴ്സും ഇതിനകത്ത് സെലിബ്രിറ്റീസും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അറിയാനായിട്ട് കഴിയുന്നത്, അറിയാൻ കൺഫേം ഒന്നും അല്ല, അറിയാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ബിഗ് ബോസ് 9 തെലുഗു ഇല്ലേ, അതിന്റെ സെയിം സാധനമാണ് മലയാളത്തിൽ വരുന്നതെന്നാണ്. ബിഗ് ബോസ് 9 തെലുഗു എത്ര പേര് കണ്ടിട്ടുണ്ട്? ബിഗ് ബോസ് 9 തെലുഗുവിൽ എനിക്ക് തോന്നുന്നു, ഒന്ന് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സെറ്റപ്പിൽ ജീവിക്കുന്ന ഒരു വീടും, 2 നോർമലായിട്ട് വളരെ നമുക്ക് ബുദ്ധിമുട്ടി പോകുന്ന ഒരു വീടും, ഡബിൾ ബെഡ്റൂം അല്ല, 2 ഹൗസ് കൺസെപ്റ്റ്. ഹെൽ ആൻഡ് ഹെവൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒന്ന് നരകവും ഒന്ന് സ്വർഗവും, അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ല സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ്, അങ്ങനെ നമുക്ക് പറയാം. ഏത് സെലിബ്രിറ്റി, ബിഗ് ബോസിൽ സെലക്ട് ചെയ്യുന്ന സെലിബ്രിറ്റി അല്ല, വീടിനകത്ത് പോയിട്ട് സെലിബ്രിറ്റികൾ ജീവിക്കുന്ന പോലെയും പാവപ്പെട്ടവർ ജീവിക്കുന്ന പോലെയും ജീവിക്കാൻ പറ്റുന്ന കൺസെപ്റ്റ്, അങ്ങനെയും നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ഒരു സാധനം കേൾക്കുന്നുണ്ട്, അതിലെ ടീമാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അറിയുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാറ്റം തെലുങ്കിന്റെ സാധനമാണ് വരുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത്. ഞാൻ അതിൽ ഉറപ്പൊന്നും പറയണില്ല, ഞാൻ ഇത് ജസ്റ്റ് നിങ്ങളുടെ ബിഗ് ബോസിന്റെ എന്തെങ്കിലും കാര്യം പറയണ്ടേ, കണ്ടന്റ് ഒന്നുമില്ല, എന്തെങ്കിലും പറയണ്ടേ. അപ്പം ഞാൻ അറിയാൻ പറ്റുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, നമുക്കിനി നോക്കാം. അതിനാണെങ്കിൽ പക്ഷെ ഈ ഒരു സാധനം നടക്കാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. കാരണം ഇപ്പം നമുക്കറിയാം, റീസെന്റ് കഴിഞ്ഞ സീസൺ നടക്കുന്ന സമയത്താണ് നമ്മുടെ മലയാളം ബിഗ് ബോസ് സ്വന്തമായിട്ടൊരു സെറ്റ് മേടിക്കുന്നത് ആണല്ലോ. സ്വന്തമായിട്ട് നമുക്ക് സെറ്റായി, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബിഗ് ബോസോ ബിഗ് ബോസ് അൾട്ടിമേറ്റോ എന്ത് വേണമെങ്കിലും തുടങ്ങാം. വലിയ സെറ്റാണല്ലേ. ഹിന്ദി ബിഗ് ബോസ് കഴിഞ്ഞാൽ അടുത്ത് ഏറ്റവും വലിയ സെറ്റായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മലയാള സെറ്റ്. അപ്പം നമ്മുടെ ആ മലയാള സെറ്റിന്റെ മുറ്റം തന്നെ നമുക്ക് കഴിഞ്ഞ സീസണിൽ തോന്നിയിട്ടില്ല, ഇത്രയും വലിയ മുറ്റത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നു. കാരണം അത്രയും വലിയ ഒരു ഗാർഡൻ ഏരിയ ആണ് നമുക്കുള്ളത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള, ഈ പറഞ്ഞതുപോലെ ഒരു വലിയ വീട് ഒരു ചെറിയ വീടും സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടീസൊക്കെ അതിനകത്ത് പറ്റും. ഈവൻ തമിഴിൽ ചെയ്തിരിക്കുന്നത്, ഇതിന്റെ പകുതിയിലെ സെറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ തമിഴിൽ അവർ ചെയ്തിട്ടുണ്ട്. അതേ തമിഴിലാണ് നമ്മുടെ സീസൺ 6ന്റെ 4 ബെഡ്റൂം കൺസെപ്റ്റ് ഒക്കെ അവർ ചെയ്തിരിക്കുന്നത്. സോ സിംപ്ലി പറ്റും എന്നുള്ള കാര്യത്തിൽ വിശാലമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി വീട് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം മലയാളം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അത്രയും വലിയ സെറ്റ് കഴിഞ്ഞ വർഷം അവർ മേടിച്ചിട്ട് അതിനകത്ത് എന്താ അവർ ഇത്തവണ മാറ്റം വരുത്താൻ പോണേന്ന് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഇനി പറയാനുള്ളൊരു കാര്യം, ഈ ബിഗ് ബോസിന്റെ വീട് വരുമ്പോൾ ഇത്തവണ അതിനകത്തൊരു ക്യാബിനറ്റ് റൂം, ക്യാപ്റ്റൻ റൂം, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. കാരണം കഴിഞ്ഞ തവണത്തെ പോലെ നമുക്കറിയാം, നമ്മുടെ ആ ഒരു ലിവിങ് റൂം തന്നെ എന്തോരം വലുതായിരുന്നു അല്ലേ. നമ്മുടെ സാധാ നമ്മൾ കാണുന്ന സീസൺ 5ഉം 6ഉം അല്ലെങ്കിൽ നമ്മുടെ 3ഉം 2ഉം 1ഉം ഒക്കെ വെച്ച് ഭയങ്കര വലിയ ലിവിങ് റൂം ആയിരുന്നു. നമ്മുടെ ലിവിങ് റൂമിൽ തന്നെ എത്ര സിറ്റിംഗ് സ്പേസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ. നമ്മുടെ ലിവിങ് മെയിനായിട്ട് നമ്മുടെ TV വെച്ചിരിക്കുന്നിടത്ത് ഇരിക്കാനുള്ള ഒരു സ്പേസ്, പിന്നെ നമ്മുടെ ഒരു LED ലൈറ്റ് പോലത്തെ ഒരു സാധനം വരുന്ന അവിടെ ഇരിക്കാനുള്ള സ്പേസ്, പിന്നെ നമ്മുടെ മരച്ചുവട്ട് ഒരു മരം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ വീടിനകത്ത്, മരത്തിന്റെ സൈഡിൽ ഇരിക്കാനായിട്ടൊരു സിറ്റിംഗ് സ്പേസ്. ഇതൊന്നും അല്ലാതെ നമ്മുടെ ബിഗ് ബോസ് വീടിന്റെ മുറ്റത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ഗ്ലാസ് പോർഷൻ ഉണ്ട്, നമ്മുടെ ഫ്രണ്ടിൽ ഊഞ്ഞാലിട്ടിരിക്കുന്നതിന്റെ പുറകിൽ ഗ്ലാസ് പോർഷൻ, അവിടെ ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് സ്പേസ്.
അങ്ങനെ കുറേ സ്പേസ് ഇത്തവണ നമ്മുടെ ബിഗ് ബോസിനകത്തുണ്ട്. നമ്മുടെ കിച്ചണിന്റെ ആ സൈഡിൽ തന്നെ ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് സ്പേസ്, പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ തന്നെ കയറി പോകുന്ന പടികളും അവിടെ ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് സ്പേസ്, നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് ബിഗ് ബോസിന്റെ ഇത്തവണത്തെ നമ്മുടെ ബെഡ്റൂമില്ലേ, ബെഡ്റൂമിന്റെ പുറത്ത് ഇറങ്ങുമ്പം അവിടെ ഇരിക്കാനൊരു സിറ്റിംഗ് സ്പേസ്. അങ്ങനെ സിറ്റിംഗ് സ്പേസ് കൊണ്ട് ഭയങ്കരമായിട്ട് നിറഞ്ഞതായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഇത്തവണ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ സ്പേസ് ഉണ്ട്, അത്രയും വലിയ സ്പേസിന്റെ ആവശ്യം നമുക്കില്ലേയും താനോ. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ക്യാപ്റ്റൻ റൂമും നമ്മുടെ ഈ ക്യാബിനറ്റ് റൂമും വിശാലമായിട്ടുള്ള 2 വലിയ ബിഗ് ബോസ് ഹൗസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ നമുക്കൊന്നും എന്താ പറയുക, അതിൽ യാതൊരു രീതിയിലുള്ള ഒരു കോംപ്രമൈസും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവർ നന്നായിട്ട് ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിനെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് അവർ ഒരു പക്ഷേ ബഡ്ജറ്റിൽ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം. ഒരു വലിയ കമ്പനിയാണ്, ബഡ്ജറ്റ് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പുതിയൊരു സെറ്റ് മേടിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലം മേടിച്ച് അതിനെ സെറ്റാക്കി അതിനകത്ത് ബിഗ് ബോസ് വീടാക്കി ഒക്കെ വരുമ്പോൾ ബഡ്ജറ്റ് അത് അവർ കുറച്ചൊന്ന് ഞെരുങ്ങും. ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് സെറ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് സെറ്റ് ഉണ്ട്, അതിനൊന്ന് മിനിക്ക് എടുത്താൽ മതി. പുതിയ ലെവലിലാക്കുന്നേ, എന്നാലും ഫുള്ള് ജിപ്സോ ആണല്ലോ, അപ്പം അത് അങ്ങനെ മാറ്റിയാൽ മതി. അപ്പം നമ്മൾ പുതുതായിട്ടൊരു സംഭവം മാറ്റി ചെയ്യുന്നത് പോലെ അത്രയും ബഡ്ജറ്റ് ഇവിടെ വരത്തില്ല, ഇപ്പൊ ചെയ്യുമ്പോൾ വരത്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊരു പ്രതീക്ഷയുണ്ട്. കണ്ടസ്റ്റൻസിന് അത്യാവശ്യം അവർക്ക് പേയ്മെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ലെവലിൽ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അറിയാൻ പറ്റിയ പേയ്മെന്റ് ഒക്കെ പലർക്കും ഭയങ്കര കുറവായിരുന്നു, 1-2 പേർക്ക് മാത്രമാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്, ബാക്കിയുള്ളവർക്കൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഇത്തവണ അതും അവർക്ക് കൊടുക്കാനായിട്ട് ചിലപ്പോൾ നല്ല ഹൈ പേയ്മെന്റ് കൊടുത്ത ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. കാരണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ റിസ്കി ഫാക്ടേഴ്സ് ഇല്ല, അവർക്ക് സിമ്പിളായിട്ട് പരിപാടീസ് ചെയ്യാം. പിന്നെ 5 പേര് 6 പേരോളം കോമണേഴ്സ് എന്തായാലും വരും അല്ലേ. അപ്പോൾ ആ കോമണേഴ്സ് വരുമ്പോൾ അവർക്കും ഭയങ്കര ഹൈലി പേയ്മെന്റ് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം അവർ കോമണേഴ്സ് ആണ് അല്ലെ. അപ്പോൾ ഹൈലി പേയ്മെന്റ് ഒന്നും അവർക്കും കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ നമ്മുടെ വലിയ അപ്പം അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ടാസ്ക് മാനേജ്മെന്റ് ടീമും അതുപോലെ തന്നെ എല്ലാ പരിപാടീസും വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇന്നിപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ അഞ്ജന നമ്പ്യാരുടെ ലൈൻ കട്ട് വിത്ത് അഞ്ജന നമ്പ്യാർ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ചെറിയൊരു കട്ടും ഷോർട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി എന്താ പറയാനുള്ളത്? ഇനി പറയാനുള്ള നമ്മുടെ ബിഗ് ബോസിന്റെ എല്ലാ സീസണും ഇത്തവണ ഒരേ ദിവസമാണ് തുടങ്ങാൻ പോകുന്നത്, സെപ്റ്റംബർ 6-ാം തീയതി ഞായറാഴ്ച. ഇനി നമ്മുടെ മലയാളം ബിഗ് ബോസ് തുടങ്ങാൻ 20 ദിവസം കഷ്ടിച്ചുകൊണ്ട്. ഇനി കൺഫർമേഷനൊക്കെ ആർക്കെങ്കിലും ആയോ? ആരൊക്കെയാണ് കൺഫേംഡ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. എനിക്ക് അറിയാൻ പറ്റിയത് 1-2 പേരെയൊക്കെ അവർ കൺഫേം, 1-2 പേരെന്നല്ല, ഒരു 3-4 പേരെയൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്, വലിയ സെലിബ്രിറ്റീസ്. പക്ഷേ കൺഫേം ചെയ്തവരെ പോലും ഇത്തവണ പല രീതിയിൽ ചിലപ്പോൾ മാറ്റിമറിക്കപ്പെട്ടേക്കാം. എന്തുകൊണ്ട്? സോഷ്യൽ മീഡിയയിൽ ലീക്കാവുന്ന പേരുകൾ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇഷ്യൂസ്, ഇതൊക്കെ കാരണം ആ പേരുകളൊക്കെ മാറ്റി മറിക്കപ്പെട്ടേക്കാം. പിന്നെ 20-ാം തീയതിയോട് അടുപ്പിച്ച്, അതായത് ഇന്ന് ഡേറ്റ് എത്രയാ? 17-ഓ 18-ഓ 18 20-ാം തീയതി അടുപ്പിച്ചിട്ടാണ് എല്ലാവർക്കും കൺഫർമേഷൻ പോകുന്നത് എന്നൊരു കാര്യമാണ് അറിയുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 15 ദിവസം മുന്നേയൊക്കെ കൺഫർമേഷൻ, 15-20 ദിവസം അടുപ്പിച്ച് കൺഫർമേഷൻ പോയി. എന്നാൽ പോലും നമുക്ക് അതിന് മുന്നേ പേരുകളൊക്കെ ഒത്തിരി പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയുടെ ഒരു കേസ് പറയാനുണ്ടായിരുന്നു. എന്താ, നമ്മുടെ ആ ഒരു പൂജാരി വേഷത്തിൽ വന്നിട്ടുള്ള എക്സ്പെക്റ്റഡ് ലിസ്റ്റ്. അതെന്തുകൊണ്ടാണ് പൂജാരി വേഷത്തിൽ വീഡിയോ ഇട്ടത് എന്നുള്ള കാര്യം കുറേ പേര് എൻ്റെ താഴെ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഞാൻ ഒരിടത്തും പൂജാരിയായിട്ട് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല, എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസും ഇല്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ഇട്ടെന്നുള്ള കാര്യം എൻ്റെ ഓഡിയൻസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. പുതുതായിട്ട് വരുന്നവർക്ക് ആദ്യം കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകും, പിന്നീട് സെറ്റായി പോവും. ഞാൻ ഈ സീസണിലുടനീളം ആ പൂജാരിയെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ആ പൂജാരി ഉണ്ടെങ്കിലേ നമ്മുടെ പരിപാടീസൊക്കെ നടന്ന് മുന്നോട്ട് പോകത്തുള്ളൂ. സോ അതുകൊണ്ട് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. നമുക്ക് നോക്കാം, അടുത്ത വീഡിയോ ഇട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഇനി ഞാൻ ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല. നിങ്ങൾക്ക് തോന്നുമായിരിക്കും അൻസിഫ് ഇങ്ങനെ അല്ലല്ലോ സംസാരിക്കുന്ന, ഡെയിലി ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആണല്ലോ എന്ന് തോന്നും. എൻ്റെ പൊന്ന മക്കളെ, എൻ്റെ വായിൽ ഈ ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് എൻ്റെ വാ മൊത്തം ഇതെല്ലാം കൊണ്ട് പൊട്ടി വാരി അവിഞ്ഞു പൊഴുത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ. കാരണം എനിക്ക് സംസാരിക്കാനോ ശബ്ദവർത്താനോ ഒന്നും പറ്റണില്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. പിന്നെ ഞാൻ മെൻ്റലി ഓക്കെ അല്ല, കാരണം എൻ്റെ ബിഗ് ബോസിൻ്റെ സ്റ്റുഡിയോയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വേറൊരു ടെമ്പററി ലൊക്കേഷനിലോട്ട് മാറിയിരുന്നാണല്ലോ വീഡിയോ ചെയ്യുന്നത്. അപ്പം എനിക്ക് അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ലൊക്കേഷൻ. ഇതിൻ്റെ തൊട്ടടുത്താണ് ഇതിൻ്റെ
ഇപ്പം ഞാനിരിക്കുന്ന ഒരു ചുമരുണ്ടല്ലോ, അതിൻ്റെ തൊട്ടപ്പുറത്തെ ചുമരിലാണ് അടുത്തൂടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ പണികളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്യുന്നത് പണിക്കാരല്ല, ജോലിക്കാരല്ല, ഈ അൻസിഫ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. പിന്നെ ഈ പെയിൻറ്റിൻ്റെ മണം അത് ഇത് ഒക്കെ കൊണ്ടിട്ടുള്ള ആ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ നമുക്കൊരു അടുക്കും ചിട്ടയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു റെനോവേഷൻ നടക്കുമ്പോൾ ഇതെല്ലാം വലിച്ചു വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൂട്ടം പണിയും ഒക്കെ ആണല്ലോ. അപ്പം അങ്ങനെ മൊത്തം വലിച്ചു വാരി ഈവൻ ഈ ടേബിളിൻ്റെ പുറത്ത് പോലും ഞാൻ നിങ്ങളെ കാണിക്കാത്തതാണ് പല പല ചപ്പ് ചവറുകൾ ഇതിൻ്റെ പുറത്ത് കിടക്കുവാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഹാപ്പി അല്ലാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യ, അലയ്ക്കാൻ ഒട്ടുമേ വയ്യാത്തത് കൊണ്ടാണ്, സെറ്റാകുമായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ആശംസകൾ. നമ്മൾ ഓണത്തിന് ഇവിടെ ഡിസൈൻ ചെയ്യണോ, ഓണത്തിൻ്റെ സ്പെഷ്യൽ പൂക്കളും ഇതൊക്കെ വേണോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാം ഉണ്ട്, നിങ്ങൾ പറഞ്ഞാൽ സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ.